നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലതരം വിവാദങ്ങളാണ് വേടനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ആരാണ് വേടൻ എന്നല്ലേ? ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള, കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു റാപ്പറാണ് വേടൻ. വേടനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. വേടൻ ഒരു റാപ്പർ ഗായകനാണ്. വേടൻ ജനങ്ങളെ വലിയ രീതിയിൽ വേദികളിൽ നിറഞ്ഞാടുമ്പോൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ വേടൻ ബലാത്സംഗ കേസിലും അതുപോലെ തന്നെ കഞ്ചാവ് കേസിലുമൊക്കെ പ്രതിയായപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ പ്രതിഷേധങ്ങളെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ സർക്കാർ വേടന്റെ കവിതകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വേടന്റെ റാപ്പ് സംഗീതത്തിലെ വരികൾ പാഠ്യവിഷയമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് അത്തരമൊരു തീരുമാനം ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, എന്താണ് ഇതിൻ്റെ പിന്നിലെന്നും ആരാണ് ഇതിൻ്റെ പിന്നിലെന്നും അന്വേഷിക്കാൻ, അതായത് റാപ്പറെ പൂട്ടാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് തരത്തിലാണ് റാപ്പർക്ക് ആരാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ഗവർണർ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഗവർണർ അതിനുള്ള നടപടികൾ നീക്കുന്നു എന്നുള്ളതാണ്. ഗവർണർ ഈ നടപടി നീക്കുമ്പോൾ ഇന്നലത്തെ ദിവസം വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു. ഒരിക്കലും വേടൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംസ്ഥാന സർക്കാർ അവാർഡ്, അതും മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് വേടനെ തിരക്കി വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ അവാർഡാണെന്ന് വേടൻ പോലും പറയുന്നുമുണ്ട്. മാത്രമല്ല, താൻ ഉയർത്തിയ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ് എന്ന് വേടൻ പറയുന്നു. ശരിയാണ്, വേടൻ ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ അംഗീകാരം തന്നെയാണ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ എന്തു തോന്നിവാസം കാണിച്ചാലും അത്തരക്കാർക്ക് അവാർഡും മറ്റും കൊടുക്കുന്ന പതിവുണ്ട്. മാത്രമല്ല, ഇവിടെ ആരാണ് അവാർഡ് ജൂറിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും പരമപ്രധാനമാണ്. പ്രകാശ് രാജ് എന്ന് പറയുന്ന നടനായിരുന്നു അവാർഡ് ജൂറിയിലുള്ളത്. പ്രകാശ് രാജിന് എത്രത്തോളം ആ വരികൾ മനസ്സിലായോന്നോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലായോന്നോ എനിക്കറിയില്ല. ഏതായാലും വേടൻ അവാർഡ് കൊടുക്കണമെന്ന് ആരെങ്കിലും എഴുതി കൊടുത്തത് പ്രകാശ് രാജ് വായിക്കുകയായിരുന്നോ എന്ന് മനസ്സിലാവുന്നില്ല. പുതിയ തലമുറ ഇങ്ങനെയാണെന്നും പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന പാട്ടുകളാണ് വേടൻ്റേതെന്നൊക്കെ പറഞ്ഞു വെക്കുകയും അതുകൊണ്ടാണ് വേടൻ അവാർഡ് കൊടുക്കുന്നതെന്നും കവിത്വമുള്ള അത്തരത്തിലുള്ള കവിതയ്ക്കോ പാട്ടിനോ ഒന്നുമല്ല അവാർഡ്, അതിന് മാത്രമല്ല പരിഗണിക്കേണ്ടതെന്നുമൊക്കെ പറഞ്ഞ് അവാർഡിനെ ന്യായീകരിക്കാനും പ്രകാശ് രാജ് ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ പാഠ്യവിഷയമാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷം പുരോഗമനം എന്ന പേരിൽ വലിയ രീതിയിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അതുപോലെ ഫ്രീ സെക്സും ഒക്കെയായി കുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് ഇടതുപക്ഷം. അരാജകത്വമുണ്ടെങ്കിൽ മാത്രമേ ഇടതുപക്ഷത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് അറിയാം. കുട്ടികളൊക്കെ നന്നായി ചിന്തിക്കാനും മര്യാദയ്ക്ക് ജീവിക്കാനും തുടങ്ങിയാൽ ഇടതുപക്ഷത്തിന് വോട്ട് ബാങ്ക് തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം കുട്ടികളെ വഴിതെറ്റിക്കുകയും കഞ്ചാവിൻ്റെയൊക്കെ വഴിയിലേക്ക് അല്ലെങ്കിൽ അരാജകത്വത്തിൻ്റെ വഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുകയാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. പണ്ടും ഇന്നും എന്നും പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് ആദ്യമായി കോളേജിലൊക്കെ എത്തുന്ന കുട്ടികൾക്ക് ഇതാണ് പുരോഗമനമെന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് പലരെയും വഴിതെറ്റിക്കുകയാണ്. അത്തരമൊരു അരാജകത്വം പ്രോത്സാഹിപ്പിക്കലാണ് വേടനുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേടന്റെ ജീവിതവും അതിന് ഉദാഹരണം തന്നെയാണ്. ഇത്തരം അരാജകവാദിയായ ഒരാൾക്ക് അവാർഡ് നൽകുക വഴി എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് വ്യക്തമാവുന്നില്ല. ഇതിനു മുമ്പും പല അവാർഡുകളിലും പല സിനിമകളിലുമൊക്കെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ബലാത്സംഗ കേസുകളിലൊക്കെ സമാനമായ കേസിൽ പ്രതിയായിട്ടുള്ള പല നടന്മാരും നിർമ്മാതാക്കളുമൊക്കെ ഉണ്ട്. പക്ഷേ അവരെയൊക്കെ അവാർഡ് പരിഗണിക്കുമ്പോൾ മാറ്റി നിർത്തുകയും വേടനെ മാത്രം തലോടുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് സംശയം ഉണ്ടാകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇടതുപക്ഷം ഇത്തരം ഒരു അവാർഡ് നൽകുന്നതിലൂടെ വേടൻ പ്രതിനിധാനം ചെയ്യുന്ന ചില ആൾക്കാരെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും വേടൻ അവാർഡ് കൊടുക്കുക വഴി എന്ത് തരത്തിലുള്ള സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്നതെന്ന് സർക്കാർ വിശദീകരിക്കേണ്ടതായുണ്ട്. അതും വേടൻ ആരോടൊപ്പമാണ്? മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടൊപ്പം, നിരവധി തവണ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള മമ്മൂട്ടിയോടൊപ്പവും മലയാളത്തിലെ മികച്ച നടന്മാരായ ടൊവിനോ, ആസിഫ് അലി അടക്കമുള്ളവർ, മികച്ച ഗാനരചയിതാക്കൾ, മികച്ച നടിമാർ അടക്കമുള്ളവർ, ഒരു പിടി ആൾക്കാരോടൊപ്പം സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണ് വേടനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മറ്റുള്ളവർക്ക് അനാദരവാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മമ്മൂട്ടി അടക്കമുള്ളവർ ഈ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി വരരുത് എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടുള്ള, കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളോടൊപ്പം താൻ വേദി പങ്കിടില്ല എന്ന ഉറച്ച നിലപാട് തന്നെ മമ്മൂട്ടി എടുക്കണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനും സ്ത്രീകളുടെയും ഒക്കെ പ്രതിനിധി എന്ന രീതിയിൽ എനിക്കെങ്കിലും പറയാനുള്ളത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് നടക്കുന്ന സംസ്ഥാന സർക്കാർ മികച്ച ഗാനരചയിതാക്കളെ
അവിടെ ആദരിക്കുന്ന ചടങ്ങ്. നമുക്കറിയാം മനു മഞ്ജിത്തിന്റെ പാട്ടുകൾ. മനു മഞ്ജിത്ത് എന്ന് പറയുന്ന പുതിയ തലമുറയിലെ എഴുത്തുകാരൻ്റെ ഒരു പാട്ടും പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു മഞ്ജിത്തിന്റെ പാട്ടുകളുടെ പ്രത്യേകത നമുക്കറിയാം, നല്ല വരികളാണ്. മനു മഞ്ജിത്ത് എന്ന് പറയുന്ന മനു മഞ്ജിത്തിന്റെ പാട്ടാണ് ഇത്തവണ മികച്ച ഗാനമായും മികച്ച ഗായകന്റെ ഗാനമായും തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാരണങ്ങളുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയ വേടൻ സിനിമയുമായി വലിയ രീതിയിൽ യോജിച്ചു പോകുന്ന പാട്ടുകളാണ്, അർത്ഥസമ്പുഷ്ടമാണ് എന്നൊക്കെയാണ് പ്രകാശ് രാജിന്റെ വാദം. ഈ അവാർഡിന്റെ ജൂറിയിൽ ഉണ്ടായിരുന്ന പ്രകാശ് രാജിനെ പോലും ഒരു അർബൻ നക്സൽ എന്ന രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതാണ്. ഏതായാലും അത്തരത്തിൽ അർബൻ നക്സലിസം പോലെ മറ്റൊരു തരത്തിലുള്ള ഒരു അരാജകത്വവും ഒരു നക്സൽ സ്വഭാവവും ഒക്കെ പ്രകടമാക്കുന്ന ഒരു പക്ഷേ ശ്രീലങ്കൻ ബന്ധവുമൊക്കെ ചർച്ചയായി ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അവാർഡ് കൊടുക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കേരളത്തിലെ സ്ത്രീകൾക്ക് കേരളത്തിലെ സർക്കാർ നൽകുന്ന സന്ദേശമാണ് വേടനിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റു പലപ്പോഴും നമുക്കറിയാം 2023 ഹോം എന്ന് പറയുന്ന സിനിമ, അന്ന് നിർമ്മാതാവായിരുന്ന വിജയ് ബാബു കേസിലകപ്പെട്ടപ്പോൾ ആ സിനിമ പരിഗണിച്ചിരുന്നില്ല. ദിലീപിനെ വർഷങ്ങളായി ദിലീപിന്റെ സിനിമ ഇറങ്ങിയ സമയത്ത് പരിഗണിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ദിലീപിന് ഏതെങ്കിലും സിനിമ ഇറങ്ങിയാൽ അപ്പോൾ തന്നെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഒരു നടി പോയി ഡബ് ചെയ്തിട്ട് ഞാൻ ഡബ് ചെയ്യില്ല എന്ന് പറഞ്ഞ നടി വരെയുള്ള സംസ്ഥാനമാണ്. പക്ഷെ ഇപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസങ്ങളും അത്തരത്തിലുള്ള രീതികളുമായാണ് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ മുന്നോട്ട് വരുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങളുടെ മാനദണ്ഡം ഇത്തരത്തിലുള്ള കപട ബുദ്ധിജീവികളുടെ വാക്കിൽ നിന്ന് വരുന്ന വാക്കുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിരവധി കവികളും നിരവധി മഹാരഥന്മാരും ഇന്നും ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ നമുക്കറിയാം കെ ജയകുമാർ IAS, അദ്ദേഹത്തിന്റെ വരികൾ എത്ര മനോഹരമാണ്. ഇപ്രാവശ്യം കൈതപ്രത്തിന്റെ ഒരു പാട്ട്, അതുപോലെ നിരവധി എഴുത്തുകാർ, ശ്രീകുമാരൻ തമ്പി, എക്കാലത്തെയും ഇതിഹാസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നല്ല പാട്ടുകൾ എഴുതിയ അത്തരത്തിലുള്ള എഴുത്തുകാർ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഏതായാലും പ്രഖ്യാപനം പുറത്തു വരുന്നത്. ആരും അവാർഡിന് എതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത്തരക്കാര് എല്ലാവരും പറയും സവർണ വർഗീയ ഫാസിസം ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇവരൊക്കെ എന്ത് കാണിച്ചാലും മിണ്ടാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും കാണിച്ചാൽ മിണ്ടിക്കഴിഞ്ഞാൽ തെറിയഭിഷേകം. ഇപ്പൊ തന്നെ എനിക്കറിയാം, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ അടിയിലെല്ലാം ഇന്ന് വരെ ഞാൻ നേരിടേണ്ടി വരാത്ത അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരും. പക്ഷെ പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. മര്യാദയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ആൾക്കാരെ അംഗീകരിക്കുന്നതിന് കേരളത്തിലെ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുസമൂഹത്തിനോ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ രാംനാഥ് കോവിന്ദ് അടക്കമുള്ള, ദ്രൗപദി മുർമു അടക്കമുള്ള നിരവധി പേർ ഈ വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്നവരാണ്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ബാലകൃഷ്ണനെ നമ്മൾ അംഗീകരിക്കുമ്പോഴും അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അത് ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രശ്നമല്ല, വേടനോടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്ന് പ്രത്യേകം പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രശ്നം സ്ത്രീകളോടുള്ള വേടൻ്റെ മനോഭാവവും സ്ത്രീകളെ ഡീൽ ചെയ്ത രീതിയും അവരെ ഇരകളാക്കിയ രീതിയും അതുപോലെ തന്നെ കഞ്ചാവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശവുമാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറെ അയാൾക്ക് ഇഷ്ടമുള്ളത് പാടട്ടെ, അയാളുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അയാളെ സ്വാധീനിച്ച കാര്യങ്ങളും ഒക്കെ അയാൾ തുറന്നു പറയട്ടെ. ഒരു തലമുറയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ തലമുറയെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ, വരുന്ന തലമുറകളെ നശിപ്പിക്കുന്ന രീതിയിൽ രാസലഹരിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാസലഹരിയിലേക്ക് കേരളത്തിലെ കുട്ടികൾ പൊക്കോണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് കൈവശം വെച്ചതിന് 2 വട്ടം കേസിലകപ്പെട്ട സ്ത്രീപീഡന കേസുകൾ നിരവധി പെൺകുട്ടികൾ, ഒന്നല്ല കേസ് ഒന്നേ ആയിട്ടുള്ളെങ്കിലും നിരവധി പെൺകുട്ടികൾ ആരോപണം ഉന്നയിച്ച നിരവധി സ്ത്രീപീഡന കേസുകൾ ഉണ്ടായിട്ടുള്ള ഈ വേടനെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം സമൂഹത്തിന് നൽകാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അത്തരം ഒരാളുടെ പാട്ടുകൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകുന്നത്, സംസ്ഥാന സർക്കാർ വേദി നൽകുന്നത്, കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായ നടന്മാരോടും ഏറ്റവും പ്രതിഭാധനന്മാരായ സിനിമാക്കാരോടുമൊപ്പം വേദി പങ്കിടാൻ അവസരം കൊടുക്കുന്നത് എന്തിൻ്റെ പേരിലായാലും ന്യായീകരിക്കാനേ കഴിയില്ല.